നമസ്കാരം. പതിവ് തെറ്റിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നുണകളും തെറ്റിദ്ധാരണ പടർത്തുന്ന വ്യാജ പ്രചരണങ്ങളുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇക്കുറി വെള്ളാപ്പള്ളി നടേശന്റെ പേരിലാണ് വ്യാജ പ്രചരണം. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം അതിങ്ങനെയായിരുന്നു: 2026 LDF സർക്കാർ തന്നെ തുടർഭരണത്തിൽ വരും. UDF ഒരു കാലത്തും ഭരണത്തിൽ വരാനുള്ള സാധ്യതയില്ല. കാരണം തമ്മിത്തല്ല് കഴിഞ്ഞിട്ട് അവർക്ക് സമയമില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എല്ലാവരും പിടിവലി കൂടുകയാണ് എന്നാണ് പറഞ്ഞത്. വി ഡി സതീശന്റെ നാവ് ശരിയല്ല എന്നും ഇന്നലെ കൂടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞെന്നും അദ്ദേഹത്തിന്റെ നിലപാട് മാറിയതിൽ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. ആദ്യം വി ഡി സതീശന്റെ നുണ കേൾക്കാം, അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഇന്നലെ പറഞ്ഞത് എന്ന് കൂടി നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ മാസം പറഞ്ഞത് മൂന്നാമത്തെ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരും, CPM അധികാരത്തിൽ വരും. ഇപ്പൊ അദ്ദേഹം 2026 UDF അധികാരത്തിൽ വരും, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. കേട്ടല്ലോ, എത്ര മനോഹരമായാണല്ലേ വി ഡി സതീശൻ ഒരു നുണ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വാസ്തവം ഒന്ന് നോക്കാം. എന്താണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്ന് ഒന്ന് കാണാം. അങ്ങനെ ഒരുപാട് താക്കോല് കിട്ടാൻ വേണ്ടിയിട്ടും അടുത്ത ഭരണം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് നടക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം പരസ്പര വിരുദ്ധമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞു നീങ്ങുന്ന ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും എങ്ങനെയാണ് ഭരണം കിട്ടാൻ പോകുന്നത്? ഭരണം കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കണ്ടല്ലോ, സത്യം ഇതാണ് എന്നിരിക്കെ വെള്ളാപ്പള്ളി നടേശൻ UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു എന്നൊക്കെ ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു പെരുന്നുണയനാണല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർന്നില്ല കേട്ടോ, ഒരു വലിയ ഗീർവാണം കൂടി വി ഡി സതീശൻ അടിക്കുന്നുണ്ട്. NSSനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഒന്നൊന്നര അടിയാണ്. അതൊന്ന് ആദ്യം നമുക്ക് കാണാം, അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട്. പ്രത്യേകിച്ച് NSSനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം 2019 ഈ ശബരിമല വിവാദം കഴിഞ്ഞപ്പോൾ ഈ സംഘപരിവാർ ശക്തികൾ NSSലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തി. അന്ന് അവരെ അടിച്ചതിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്താൻ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSലുള്ളത്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. ഞാൻ അവരെ അഭിനന്ദിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് സംഘപരിവാരങ്ങൾ NSSലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയെന്നും ഈ NSSലുള്ള നമ്മുടെ സുകുമാരൻ നായരൊക്കെ നല്ല സൂപ്പർ ആയതുകൊണ്ടാണ് അതൊക്കെ തടഞ്ഞു നിർത്തിയത് എന്നൊക്കെയാണ് നമ്മുടെ വി ഡി സതീശൻ പറയുന്നത്. ആരാണ് സുകുമാരൻ നായർ? അതായത് 18 വർഷം RSSന്റെ ദണ്ട് കറക്കിക്കൊണ്ട് കിടന്ന ഒരു പഴയ RSSകാരനാണെന്ന് ആർക്കാണ് അറിയാത്തത്? അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പഴയൊരു RSSകാരനായിരുന്നു, 18 വർഷം RSSകാരനായിരുന്നു, ദണ്ട് കറക്കി നടന്നിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സുകുമാരൻ നായർ തന്നെയാണ്. ആ സുകുമാരൻ നായർ നയിക്കുന്ന NSSനകത്ത് സംഘപരിവാരങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയെന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. എന്തായാലും വി ഡി സതീശൻ എന്തിനാണ് NSSനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങ് വാരി പുണരുന്നതെന്ന് എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും. രമേശ് ചെന്നിത്തലയോടുള്ള ഇപ്പോഴത്തെ സുകുമാരൻ നായരുടെയും NSSനെയും സ്നേഹം കണ്ടിട്ടാണ്. ഇനിയിപ്പോ എങ്ങാനും അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആരും പിന്തുണയ്ക്കില്ലയോ എന്ന ഒരു സംശയവും ഒരു ഭയവുമാണ്. എന്തായാലും പേടിക്കേണ്ട. വരാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനിലും നിങ്ങൾ എന്തായാലും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് മാത്രമാണ് വി ഡി സതീശനോട് പറയാനുള്ളത്. വി ഡി സതീശൻ ഈ മുനമ്പം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു നുണ കൂടി അടിക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് കാണാം. നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല, എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, മതനിരാസനമല്ല, മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ്. ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത്, എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ അതാണ്, UDFൻ്റെ പൊസിഷൻ അതാണ്. നിങ്ങൾ കണ്ടില്ലേ, മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDF പാർട്ടികളിലൊക്കെ ഇടപെട്ടത്. ഞങ്ങൾ അതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ. ഞങ്ങളാരും തമ്മിൽ വല്ല അതിർത്തി തർക്കം വല്ലതും ഉണ്ട്. അതെ, ആ മുനമ്പം വഖഫ് ഭൂമി
തർക്കവുമായി ബന്ധപ്പെട്ട് സർക്കാർ അത് രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മുടെ വി ഡി സതീശനും സംഘവും കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലും പിന്നീട് നിങ്ങളുടെ UDF ഒരുമയും ഒക്കെ ഞങ്ങൾ നന്നായി തന്നെ കണ്ടതാണ്. ഈ സമരപ്പന്തലിൽ ചെന്നിട്ട് നമ്മുടെ എന്താണ് വി ഡി സതീശൻ പറയുന്നത്? ഭൂമി വഖഫിന്റേതല്ല എന്നൊരു പ്രതികരണം രേഖപ്പെടുത്തി. അതായത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞപ്പോൾ UDF പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പമായിരുന്നു, ലീഗ് നിങ്ങൾക്കൊപ്പമായിരുന്നു. അല്ല, KM ഷാജി എന്താണ് പറഞ്ഞത്? അത് വഖഫിന്റെ ഭൂമിയാണ്, വഖഫിന്റെ ഭൂമി അല്ല എന്ന് പറയുന്നത് വി ഡി സതീശന്റെ മാത്രം അത് പ്രതികരണമാണ്. അതായത് കോൺഗ്രസിന്റെ മാത്രം ഒരു നിലപാടാണ്, പ്രതികരണമാണ് എന്നാണ് KM ഷാജി പറഞ്ഞത്. നിങ്ങളെ പൂർണ്ണമായും തള്ളിയില്ല ആ വിഷയത്തിൽ. അത് വലിയ വാർത്തയായില്ലേ? നിങ്ങൾ നാണം കെട്ടില്ലേ? എന്നിട്ടിപ്പോ പറയുകയാണ് ആ വിഷയത്തിൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു എന്ന്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ളത്? 10 അഭിപ്രായമല്ലേ നിങ്ങൾക്കുള്ളത്? എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി വി ഡി സതീശനും സംഘവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർഗം കളി കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് സതീശ വന്നു പോകുന്നത്. തീർന്നില്ല, സതീശൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതുകൂടി ഒന്ന് കാണാം. എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ UDF കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളാണ്. പിന്നെ UDF തിരിച്ചു വരില്ല, കോൺഗ്രസ് തിരിച്ചു വരില്ല. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ സതീശ? എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട്. ഗ്രൂപ്പിസം ഇല്ലത്രേ, ഞങ്ങൾ ഒറ്റക്കെട്ടാണത്രേ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോ വേറെ രീതിയിലുള്ള ഗ്രൂപ്പാണല്ലോ സതീശൻ ഷാഫി പക്ഷം എന്നാണ് ആ ഗ്രൂപ്പിനെ കോൺഗ്രസിൽ അറിയപ്പെടുന്നത്. ആ ഗ്രൂപ്പിസം കാരണം ഇപ്പോൾ കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന പരിക്കുകൾ എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ ഗ്രൂപ്പ് അടി, ഈ ഒരു പക്ഷം പിടിച്ചുള്ള കളി മൂലം വലിയ ക്ഷീണം കോൺഗ്രസിന് സംഭവിച്ചില്ലേ? എവിടെയാണ് നിങ്ങളുടെ IT സെല്ലിന്റെ കൺവീനറായിരുന്ന ഡോക്ടർ P സരിൻ ഇപ്പോൾ ഉള്ളത്? ഇടതുപക്ഷത്തിലല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ P സരിൻ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എവിടെയാണ് ഷാനിബ്? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളല്ലേ? എവിടെയാണ് അദ്ദേഹം ഇന്ന് DYFIയിലല്ലേ? അങ്ങനെ ഒട്ടുമിക്ക നേതാക്കളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പക്ഷം പിടിച്ചുള്ള ഈ പുതിയ ഗ്രൂപ്പിസം മൂലം കോൺഗ്രസിന് വലിയ താഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെയൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വി ഡി സതീശനും സംഘവും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് വി ഡി സതീശന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം മൂലം സത്യത്തിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര പിടിക്കുക എന്നതായിരുന്നു ഇവരുടെ ടാർഗറ്റ്. പാലക്കാടും ഈ പറയുന്നത് പോലെ വയനാടും സിറ്റിംഗ് സീറ്റുകളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചേലക്കര പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വരാൻ പോകുന്ന 2026 UDF ഫൈനലിൽ വലിയ നേട്ടം ഉണ്ടാകും എന്ന രീതിയിൽ ഇവർക്കൊരു വലിയ ക്യാമ്പയിൻ നടത്താൻ പറ്റുമായിരുന്നു, ഒരു പ്രചാരണം നടത്താൻ പറ്റുമായിരുന്നു. KC വേണുഗോപാൽ പോലും പറഞ്ഞത് ചേലക്കര ഇക്കുറി ഞങ്ങൾ പിടിക്കും, ചേലക്കര ആരാണോ പിടിക്കുന്നത് അവരായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അവിടെ UR പ്രദീപിനെയാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. UR പ്രദീപ് ജയിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? തുടർഭരണ സാധ്യത 3ാം പിണറായി വിജയൻ സർക്കാർ വരുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ നമ്മുടെ വി ഡി സതീശനും സംഘവും എന്താണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് വി ഡി സതീശനും സംഘവും ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ചിലതൊക്കെ കാണിച്ചു കൂട്ടുകയാണ്. വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങളൊക്കെ കഴിക്കുന്നതും അരിയാഹാരം തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കി എന്ന തിരിച്ചറിവിൽ നിന്ന് പുതിയൊരു സംഗതി കൂടി കോൺഗ്രസിനകത്ത് ഉടലെടുക്കുന്നുണ്ട്. വി ഡി സതീശനെ ഒതുക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല പല സാമുദായിക നേതാക്കളുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല മാധ്യമങ്ങളും രമേശ് ചെന്നിത്തലയെ വാഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ വാർത്തകളൊക്കെ വലതുപക്ഷ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ വരാൻ ഇടയായ സാഹചര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വി ഡി സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിയമസഭാ ഇലക്ഷനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ വലിയ ക്ഷീണം കോൺഗ്രസിന് സംഭവിക്കുമെന്ന സത്യം ഒരു വിഭാഗം ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, വലതുപക്ഷ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
വി.ഡി. സതീശനെ ഒതുക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ രംഗത്തേക്ക് ഇറക്കിയാണ് ഇപ്പോൾ പുതിയ കളി നടത്താനായിട്ട് ശ്രമം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പല അന്തിചർച്ചയിലിരുന്ന മാധ്യമ ജഡ്ജിമാരൊക്കെ നടത്തിയ പല പ്രതികരണങ്ങൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ചർച്ചകളും ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരുന്നത് വേറൊന്നുമല്ല. അതായത് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്നൊക്കെയാണ് ഇവർ കാണിക്കുന്ന ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കളി എന്ന് പറയുന്നത്. എന്തായാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ കൂടി കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ 2-3 ദിവസമായി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.